ഹലോ ഗെയ്സ്, എല്ലാവർക്കും മൈ ക്രേസി വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുകയാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ഏകദേശം 2-2.5 കിലോ മുന്തിരി ഉണ്ടാവും. എന്താ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾപ്പി ഗ്രേപ്പാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നറിയാത്തവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം ഗ്രേപ്പ് എടുക്കുക, അത് ഓരോന്നോരോന്നായി സെപ്പറേറ്റ് ചെയ്ത് ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ വാവയും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് അതിന് ഞങ്ങൾ രണ്ടുപേരും കൂടി ആ മുന്തിരിയെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനും കൂടി വന്നിരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നല്ല രസമാണ് മോനുമായിട്ടിരുന്ന് അതൊക്കെ ചെയ്യാനായിട്ട്. ശേഷം ഞാനത് കഴുകി മാറ്റി. കഴുകുന്ന സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കഴുകാം. കല്ലുപ്പല്ല, പൊടിയുപ്പ് ചേർത്തിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. അത് കണക്ക് തന്നെ പരന്ന പാത്രത്തിലാണ് നമ്മൾ ഗ്രേപ്പ് കഴുകുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് അഴുക്കെല്ലാം പോയി നല്ലതുപോലെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതിനകത്ത് മുറമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉപ്പൊക്കെ പോകാനും പിന്നെ ഉപ്പൊന്നും മുന്തിരിയിൽ പറ്റിപ്പിടിച്ചിരിക്കുക അങ്ങനെയൊന്നുമില്ല. ഇതേപോലെ തന്നെ നന്നായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിനിടയ്ക്ക് പൊട്ടിപ്പോകുന്ന മുന്തിരികളുണ്ട്, അത് നിങ്ങളെടുത്ത് കളഞ്ഞാൽ മതി. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യണം. തൊലിയും പൾപ്പും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി 2 ബൗളിലോട്ട് മാറ്റിയെടുക്കണം. അപ്പം ഞങ്ങളിത് സെപ്പറേറ്റ് ചെയ്യുകയാണ്. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം തൊലി എന്ന് വെച്ചാൽ മുന്തിരിയുടെ തൊലി ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്ത് അതിനകത്ത് ഇരട്ടി വെള്ളം ഒഴിച്ച് അത് തിളപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് പ്രോസസ്സ്. അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഫ്ലേവേഴ്സ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചേർക്കാത്തത്. അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുണിക്കകത്തോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലിയോ കുറച്ച് ഒരു കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3 കൂടി ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും, നല്ലൊരു രുചിയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം ഇത് വെന്ത കണക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറില്ലേ, അതിൻ്റെ കളർ നല്ലപോലെ ഡാർക്കാവും. നല്ലോണം അത് വെന്ത് കഴിയുമ്പോൾ ആ ഗ്രേപ്പിൻ്റെ ആ വെള്ളത്തിൻ്റെ കളറ് നല്ലപോലെ ഒരു വൈൻ കളറായി കിട്ടും. ഇത് ആ സമയത്ത് നമുക്ക് അത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അത് തണുക്കുന്ന സമയത്ത് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൾപ്പ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ജോലിയാണ്. ഞാനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ കട്ടറിനകത്ത് മാഷ് ചെയ്താണ് പൾപ്പി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുപ്പി ഉപയോഗിച്ചും പൾപ്പി സെപ്പറേറ്റ് ചെയ്യാം. ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇതിൻ്റെ തൊലി നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി അതൊന്നും കൂടി തിളപ്പിച്ച് അതിലേക്ക് പഞ്ചസാര ചേർത്ത് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ പൾപ്പിയും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി തീ ഓഫ് ചെയ്യാം. അപ്പം ഇതാണ് പൾപ്പി ഗ്രേപ്പ്. നമ്മുടെ പഞ്ചസാര മെൽട്ടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് വെജിറ്റബിൾ കട്ടർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ കുപ്പിക്കകത്ത് നിറച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഷേക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.